അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ജാസ്മ ഗോർമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഒരു സിഗ്നേച്ചർ ഡിഷാണ്, കാലിക്കറ്റ് ചിക്കൻ. സാധാ ചേരുവകളായ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെള്ളുള്ളി ഒന്നും ചേർക്കാത്ത വ്യത്യസ്തമായ രുചിക്കൂട്ടുകളാണ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ചേരുവകൾ: ചിക്കൻ ചെറുതായി കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഇടുക. നമുക്ക് 1.5 പാക്കറ്റ് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുക. പാകത്തിന് ഉപ്പും ആഡ് ചെയ്യുക. ഇതിൽ 2 ടേബിൾ സ്പൂൺ സോയാ സോസും മിക്സ് ചെയ്യുക. ഇതിൽ ഞാൻ 6 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറാണ് ഇടുന്നത്. കാശ്മീർ ചില്ലി ആകുമ്പോൾ നല്ല കളറും കിട്ടും, സ്പൈസിയും കുറവായിരിക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. മൂന്ന് ചേരുവകളും നന്നായിട്ട് ഞാനിതിൽ മിക്സ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ 1 കപ്പ് വെള്ളം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇത് 15 മിനിറ്റ് സമയം വേവിക്കുക. ഇതൊന്ന് ഇടയ്ക്കൊന്ന് സ്മൂത്തായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത ചിക്കൻ മാറ്റിവെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യാനുള്ള പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുക്ക് ചെയ്ത ചിക്കൻ ഓരോ പീസായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്യുക. ഒരു ഭാഗം ഫ്രൈ ആയതിനു ശേഷം മറ്റൊരു ഭാഗം തിരിച്ചിട്ട് വെക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് 8 പച്ചമുളകാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ സ്പൈസി ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഞാൻ 8 പച്ചമുളക് എടുത്തിരിക്കുന്നു. അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലയും ഇടണം.
എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ എല്ലാവിടെയും നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമുളകിൻ്റെയും കറിവേപ്പിലേൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. തിക്ക് ഗ്രേവി ആകുന്നവരെ കുറച്ച് സമയം നമുക്കിത് വെക്കണം. നമ്മുടെ കാലിക്കറ്റ് ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. കാലിക്കറ്റ് ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡിയാണ്. നമുക്കിത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റണം. ഈ കാലിക്കറ്റ് ചിക്കൻ ഒറോട്ടി, മുട്ട സിർക്ക, പൊറോട്ട എന്നിവയ്ക്ക് പറ്റിയ നല്ല ഒരു കോംബോ ആണ്. ഈ കാലിക്കറ്റ് ചിക്കൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സുകൾക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല ഡിഷുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.